എന്നും എപ്പോഴും എന്നുള്ള സിനിമയിൽ ഈ അതിലൊരു ഒരു 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 എൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ്. അതിൽ നിന്നാണ് സ്നേഹവും പ്രണയം സ്പർദ്ധ ഒക്കെ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ്, അല്ലാതെ അങ്ങനത്തെ ഒരു കഥയുടെ പരിണാമമാണ്. അപ്പം നിലാവും മായുന്നു എന്നുള്ളൊരു സോങ്ങിൻ്റെ സിറ്റുവേഷൻ, അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിനീതൻ പിള്ള എന്നുള്ള നായിക കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് അഡ്വക്കേറ്റ് ദീപ കയറുന്നത്. കാരണം അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രാത്രിയാണ് ആ പാട്ടിൻ്റെ തുടക്കം. അത് എഴുതി കഴിഞ്ഞു, ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ആര് പാടും, പ്രത്യേകതയുള്ള സോങ്ങാണ്. അപ്പോൾ ബോംബെയിലേതോ ഒരു ഗായകനുണ്ട്, അയാളെ വേണമെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നെ മലയാളിയായാൽ നന്നായി. ഞാനത് വിദ്യാസാഗറിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഒരു ദിവസം വിദ്യാസാഗർ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ഉഗ്രൻ വോയിസ് കിട്ടിയിട്ടുണ്ട്, ഹരിശങ്കർ എന്നാണ് ആ കുട്ടിയുടെ പേര്, എം ജി ശിവകുമാറിൻ്റെ എം ജി രാജേഷിൻ്റെ ഒക്കെ സിസ്റ്റർ ഓമനക്കുട്ടി ടീച്ചറുടെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പാടിപ്പിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ പാടിച്ചിട്ട് എനിക്കത് മെയിൽ ചെയ്തു മതി. കാരണം വളരെ ഫ്രഷായിട്ടുള്ള വോയിസ്, വളരെ ഫീലുള്ള പാട്ടുകൾക്ക് പലപ്പോഴും ജീവൻ നൽകുന്നതിൻ്റെ ഭാവമാണ്. വളരെ ഭാവസാന്ദ്രമായിട്ടാണ് ഹരിശങ്കർ ആ പാട്ട് പാടിയിട്ടുള്ളത്. താരം പോൽ നിലാവും മായുന്നു രാവേറെയായി, ഒരേ ഗാന്ധ താരം പോൽ നീകയായി. തിരിഞ്ഞൊന്നു നോക്കി കുയിൽ യാത്രയായി, തിരിഞ്ഞൊന്നു നോക്കി കുയിൽ യാത്രയായി, ചിരാതായി പൊലിഞ്ഞല്ലോ നീ. നിലാവും മായുന്നു രാവേറെയായി, ഒരേ ഗാന്ധ താരം പോൽ നീകയായി. എന്നെ പോലൊരു യങ്സ്റ്ററിന് ഇതുപോലൊരു സോങ് കിട്ടിയത് വളരെ ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂ ജനറേഷൻ സിംഗേഴ്സ് എല്ലാവരുടെയും ആഗ്രഹമാണ് വിദ്യാസാഗറിൻ്റെ ഒരു പാട്ട് പാടി തുടങ്ങുക എന്നത്. കൂടാതെ ലാലേട്ടനും മഞ്ജു ചേച്ചിയും അവരുടെ കോമ്പിനേഷനും കൂടി ആയപ്പോഴത്തേക്കും ആദ്യം എനിക്കറിയില്ലായിരുന്നു ഈ പടത്തിനാണ് ഞാൻ പാടാൻ പോകുന്നതെന്ന്. പാടിക്കഴിഞ്ഞിട്ടാണ് വിദ്യാസാഗർ സാർ പറഞ്ഞത്. നിശാനദിയിൽ വിഷാദികളായി ഒഴുകിയകലേ വിനാഴികകൾ, നിശൂന്യതയിൽ ഓരോർമ്മയുമായി ഒടുവിലിവിടെ നീശിലാലിപിയായി, ചിതാധൂളിയായി നിൻ കിനാവിന്നു പാറി, ചിതാധൂളിയായി നിൻ കിനാവിന്നു പാറി. നിലാവും മായുന്നു രാവേറെയായി, ഒരേ ഗാന്ധ താരം പോൽ നീകയായി. എന്നും എപ്പോഴും എന്നുള്ള സിനിമ തിയേറ്ററിൽ ഞാൻ കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്നൊരു അനുഭവം. പടം തുടങ്ങി കുറേ കഴിഞ്ഞിട്ട് പടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് മലർവാക കൊമ്പത്ത് എന്നുള്ള പാട്ട് കാണുന്നത്. അത് തിയേറ്ററിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെക്കോർഡിംഗ് തിയേറ്ററിൽ വെച്ചിട്ടും അല്ലെങ്കിൽ മദ്രാസിൽ വെച്ചിട്ട് അതിൻ്റെ പ്രിവ്യൂ കാണുമ്പോഴൊന്നും തോന്നാത്ത വിധത്തിലുള്ളൊരു ജീവൻ, ഒരു എനർജി അതിലുണ്ടായി എന്നുള്ളതാണ്. അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ഭാവഗായകൻ്റെ ശബ്ദം തന്നെയാണ്. കാര്യം ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മോഹൻലാലിൻ്റെ മനസ്സിൽ മഞ്ജു വാര്യരോടുള്ള റെസ്പെക്റ്റും പ്രണയവും കയറി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ പാട്ട് കയറി വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിച്ചു, വെറുതെ അല്ല 50 വർഷം കഴിഞ്ഞിട്ടും ജയചന്ദ്രൻ എന്ന ഗായകൻ യേശുദാസിനൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇന്നും മഞ്ഞരയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടിൻ്റെ സൗകുമാര്യം നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ശബ്ദ മാധുര്യം കൊണ്ട് നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു ഗായകനാണ് ജയചന്ദ്രൻ. ചേട്ടൻ്റെ ഏറ്റവും മനോഹരമായ, ചേട്ടനും രാജലക്ഷ്മി, പുതിയ ഗായികയായ രാജലക്ഷ്മിയുടെ അതിൻ്റെ ഒപ്പം തന്നെ ചേട്ടൻ്റെ ഒപ്പം തന്നെ പാടിയിട്ടുണ്ട്. ആ പാട്ട് എനിക്ക് തോന്നുന്നു എന്നും എപ്പോഴും എന്നുള്ള സിനിമയുടെ വിജയത്തിന് വലിയൊരു കാരണമായി മാറിയിട്ടുണ്ട് ആ പാട്ട്. മലർവാക കൊമ്പത്ത്
മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ ഉണരുമ്പോൾ പിടയാതെ ചിറകാലെ പുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടു കിളിയേ കിളിയേ വെയിലാറി നീ വാവാ പകൽ പോയി നീ വാവാ അനുരാഗ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ. ഏതൊരു സിംഗറിനും സത്യൻ സാറിൻ്റെ പടത്തിലൊരു പാട്ട് പാടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടാകും. അതുപോലെ എനിക്കും കുറേ നാളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിൻ്റെ സിനിമയിലൊരു പാട്ട് പാടണം എന്നുള്ളത്. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് എന്നും എപ്പോഴും എന്ന ഈ സിനിമയിൽ പാടാനായിട്ട് വിദ്യാസാഗർ സാറിൻ്റെ ഒരു കോൾ വന്നു. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പാടാൻ പോയി. അപ്പോൾ ആരായിരിക്കും ഇതിൻ്റെ മെയിൽ വോയിസ് പാടിയിരിക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര ആരായിരിക്കും എന്നിങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ജയേട്ടനാണ് പാടിയിരിക്കണത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടുക. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ജനറേഷനിലുള്ള ഒരു സിംഗറാണ് ഞാൻ. അദ്ദേഹം വളരെ ലിവിങ് ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിംഗറാണ്. ആ ഒരു ശബ്ദത്തിൻ്റെ കൂടെ എനിക്കൊരു യുഗ്മഗാനം അത് സത്യൻ സാറിൻ്റെ സിനിമയിൽ വിദ്യാജിയുടെ സംഗീതത്തിൽ പാടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗ തിങ്കളൊന്നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗ തിങ്കളൊന്നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി. കിനാവിലി ജനാലയിൽ വരൂ വരൂ വിലോലയായി. അകതാരിൻ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ. പാട്ടുകൾ പലപ്പോഴും ഒരു സിനിമയ്ക്ക് വലിയ ജീവൻ നൽകണം. നമുക്ക് പലപ്പോഴും പല വിദഗ്ധരായിട്ടുള്ള ആളുകളും പറയാറുണ്ട് സിനിമയ്ക്ക് പാട്ട് ആവശ്യമാണോ അല്ലയോ. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ ഒരു സംസ്കാരമുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഭാഷയിലെ ഭാഷയിൽ ചിലപ്പോൾ പാട്ട് ആവശ്യമില്ല എന്ന് തോന്നിയേക്കാം. പക്ഷെ ഇപ്പോഴും ടൈറ്റാനിക്കിലെ പാട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നല്ല. അപ്പോൾ പാട്ട് സിനിമയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പാട്ട് വളരെ മസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹരിഹരൻ സാർ പറയാറുണ്ട് ചില സിനിമകൾ, ഇപ്പോൾ വടക്കൻ വീരഗാഥ പോലുള്ള സിനിമകളിലൊക്കെ സോങ്ങിന് പ്രസക്തിയുള്ളതല്ല, പക്ഷേ അദ്ദേഹം അതിന് സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ആ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ കയറുമ്പോൾ ഒരു സിനിമ മൊത്തമായി നമ്മുടെ മനസ്സിലേക്ക് ആകർഷിക്കാൻ അതൊരു കാരണമാവാറുണ്ട്. പാട്ടുകളുടെ പ്രസക്തി എന്ന് പറയുന്നത് എപ്പോഴും വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പഴയ പാട്ടുകളിലേക്ക് പോകുന്നത്? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോഴും ബാബുരാജിൻ്റെയും ദേവരാജ മാഷിൻ്റെയും ONVയുടെയും ഭാസ്കരൻ മാഷിൻ്റെയും പാട്ടുകൾ ഒരു നൊസ്റ്റാൾജിയ പോലെ എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് പോകുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ അതിലൊരു സത്യം എന്ന് പറയുന്നത് അതിലെ സാഹിത്യവും സംഗീതവും പ്രേക്ഷകൻ്റെ അല്ലെങ്കിൽ കേൾവിക്കാരൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കുന്ന രീതിയിൽ അത് ജനിക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ജീവനുള്ള പാട്ടുകൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് റഫീഖ് അഹമ്മദ് പറഞ്ഞു, ഞാൻ എഴുതിയ ചില വരികൾ പോലും എനിക്ക് സിനിമയിലൂടെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, അത് ശബ്ദകോശമായി മാറുന്നു സംഗീതം. അത് ഒരു ആരുടെയും കുറ്റമൊന്നുമില്ല, പക്ഷേ അതിന് ഒരു ന്യൂ ജനറേഷന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സിനിമകളിൽ പെട്ട ഒന്നാണ് 1983 എന്നുള്ള സിനിമ. അതിൽ ഓലഞ്ഞാലിക്കുരുവി എന്നുള്ള പാട്ട് ഇപ്പോഴും ഹിറ്റാണ്. അപ്പോൾ എത്ര കാലം മാറിയാലും മനുഷ്യന് മനസ്സിലാവുന്ന, മനുഷ്യൻ്റെ മനസ്സിലേക്ക് സ്പർശിക്കുന്ന പാട്ടുകളുണ്ടായാൽ അത് സിനിമകൾക്ക് എന്നും ഗുണം ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും അങ്ങനെ ഒരു സംഗീത പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ഇന്നുള്ള ചലച്ചിത്ര സംവിധായകരും പ്രവർത്തകരും ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു നല്ല പാട്ടുകൾ വീണ്ടും മലയാളത്തിലുണ്ടാകും, വീണ്ടും ഗാനങ്ങളുടെ ഒരു വസന്തം മലയാളത്തിലുണ്ടാകും. അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം, അതുതന്നെയാണ് എൻ്റെ പ്രാർത്ഥന.